ഹലോ ഫ്രണ്ട്സ്, ടെക്നിക്കിൻ്റെ മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സെൻഫോണിൻ്റെ ഏസൂസ് സെൻഫോണിൻ്റെ പുതിയൊരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണായ ഏസൂസ് സെൻഫോൺ മാക്സ് M1 ആണ്. അപ്പോൾ ഏസൂസ് സെൻഫോൺ മാക്സ് M1ഉം ഏസൂസ് സെൻഫോൺ ലൈറ്റ് L1ഉം രണ്ടും ഒരേ സമയത്ത് അനൗൺസ് ചെയ്ത രണ്ട് ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ്. ലൈറ്റ് L1ൻ്റെ അൺബോക്സിങ് നമ്മൾ ഈ ചാനലിൽ ഓൾറെഡി ചെയ്യുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മാക്സ് M1ൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ ലൈറ്റ് M1നെക്കാളും കുറച്ചും കൂടെ പ്രൈസ്ഡ് ആണ് മാക്സ് M1. മാക്സ് M1ൽ കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഇതിലും 5.5 ഇഞ്ച് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 18:9 ആസ്പെക്ട് റേഷ്യോ ആണ്. സ്നാപ്ഡ്രാഗണിൻ്റെ 430 ഒക്ടാ കോർ ചിപ്സെറ്റ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ വരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ സെൽഫി ക്യാമറ 8 മെഗാപിക്സലാണ്. പിന്നെ 4000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഇൻക്ലൂഡഡ് ആണ്. ലൈറ്റ് L1ൽ വെറും ഫേസ് അൺലോക്ക് മാത്രമേ ഇൻക്ലൂഡഡ് ആയിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കിംഗ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് മാക്സ് M1ൻ്റെ ഗോൾഡ് വേരിയൻ്റ് ആണ്. അപ്പോൾ ബാക്ക് പാനലിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ മെൻഷൻഡ് ആണ്. 13 and 8 മെഗാപിക്സൽ ക്യാമറ, ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 430 ഒക്ടാ കോർ ചിപ്സെറ്റ് ആണ്. 1.4 GHz ക്ലോക്ക് സ്പീഡാണ്. ഇതിൽ 3GB റാമും 32GB സ്റ്റോറേജുമാണ്. അതാണ് വേറൊരു വ്യത്യാസം. മറ്റേത് 2GB റാമും 16GB സ്റ്റോറേജ് വരുന്നു. ഇവിടെ സ്റ്റോറേജും ഡബിൾ ആയിട്ട് റാം 3GB ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 7500 രൂപയാണ്. 7499 ആണ് ഇതിൻ്റെ പ്രൈസിങ്. അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായ കളർഫുൾ ബോക്സ് ആണ്. അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം. തുറക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ഒരു ചെറിയ ബോക്സ് കാണാം. ഇതിനകത്താണ് സിം ഇജക്റ്റ് പിന്നും മാനുവലും വാറണ്ടി ഇൻഫർമേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡിവൈസ് എടുക്കാം. നെക്സ്റ്റ് കാണുന്നത് ഡിവൈസാണ്. അപ്പോൾ ഡിവൈസ് എടുക്കുമ്പോൾ തന്നെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഒരു മെറ്റൽ കൺസ്ട്രക്ഷൻ മാതിരിയാണ് കൊടുത്തിരിക്കുന്നത്. മെറ്റൽ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. മെറ്റൽ അല്ലെങ്കിൽ പോലും മെറ്റൽ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ f/2.0 അപ്പേച്ചറാണ്. റിയർ ക്യാമറ 13 മെഗാപിക്സൽ. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഏസൂസ് ബ്രാൻഡിങ് കാണാം. റൈറ്റ് സൈഡിൽ പവർ ആൻഡ് വോളിയം കീസ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ്. ഇത് ഡെഡിക്കേറ്റഡ് SD കാർഡ് സപ്പോർട്ട് ഉണ്ട്. പിന്നെ 2 സിം കാർഡ് സ്ലോട്ടും ഉണ്ട്. താഴത്തെ പാനലാണെങ്കിൽ മൈക്രോ USB ചാർജിങ് സ്ലോട്ടും സ്പീക്കർ യൂണിറ്റുമാണ്. ടോപ്പ് പാനലിൽ 3.5mm ഓഡിയോ ജാക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഡിവൈസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ. ഓവറോൾ ഇതിനകത്ത് 2.5D ഗ്ലാസും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നല്ലൊരു ഫോം ഫാക്ടറാണ്. കാരണം 5.5 ഇഞ്ചസ് 18:9 ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ വളരെ ഒരു കോമ്പാക്ട് ഫോം ഫാക്ടറിൽ വരുന്ന ഒരു ഡിവൈസ് ആണെന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. ബൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ബോക്സിനകത്ത് ഇൻക്ലൂഡഡ് എന്ന് നോക്കാം. ഇതിനകത്ത് പിന്നെ വരുന്നത് ഒരു കേബിളാണ്. USB മൈക്രോ USB ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിൾ. പിന്നെ വരുന്നത് അഡാപ്റ്ററാണ്. വോൾട്ടേജ് റേറ്റിംഗ് ഒന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് കാണാം. 5 വോൾട്ട് 2 ആംപിയറാണ് വോൾട്ടേജ് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 10 വാട്ട് ചാർജറാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഏസൂസ് സെൻഫോൺ മാക്സ് M1 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. 5.5 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. നിങ്ങൾക്ക് കാണാം HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണെങ്കിൽ നല്ല ഷാർപ്പ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ്. കളർ റിപ്രൊഡക്ഷൻ അത്യാവശ്യം നല്ലതാണ്. വ്യൂയിങ് ആംഗിൾസും നല്ലതാണ്. ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്ത് ആണെന്ന് വേണമെങ്കിൽ പറയാം. 2.5D കേർവ്ഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ആസ്പെക്റ്റിൽ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് നോക്കാം. ഇതിൽ വരുന്നത് ZenUI ആണ്. ZenUI നമ്മൾ ഓൾറെഡി ZenFone 5Gയിലൊക്കെ കണ്ട അതേ ZenUI ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാടധികം അഡീഷണൽ ഫീച്ചേഴ്സ് കാണാം നിങ്ങൾക്ക്. പേജ് മാർക്കർ, ട്വിൻ ആപ്സ്, പിന്നെ കിഡ്സ് മോഡ്, ഈസി മോഡ്, പിന്നെ ഇൻസ്റ്റാ ക്യാമറ, സെൻ മോഷൻ, 100 മോഡ്, അങ്ങനെ ഒരുപാടധികം ഫീച്ചേഴ്സ് വരുന്ന ഒരു UI ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ സിസ്റ്റം സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എബൌട്ട് ഫോണിൽ എടുത്തു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 8.0 ഒരിയോ ആണ് വരുന്നത്. പാച്ച് ലെവൽ ഓഗസ്റ്റ് ആണ് പാച്ച് ലെവൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതായിരുന്നു സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ നമുക്കിതിനകത്ത് ഇൻബിൽഡായ അധികം ആപ്സ് ഒന്നും തന്നെ ഇല്ല. ഏസൂസിൻ്റെ കുറച്ച് ആപ്സും പിന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും മാത്രമേ ഇൻക്ലൂഡഡ് ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ ക്യാമറയെക്കുറിച്ച് നോക്കാം. ക്യാമറ വരുന്നത് ഒരു 13 മെഗാപിക്സൽ റിയർ ക്യാമറയും 8 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ക്യാമറ UI അത്യാവശ്യം നല്ലൊരു UI ആണ്. ഓട്ടോ മോഡ്, ടൈം ലാപ്സ്, ബ്യൂട്ടി മോഡ്, അങ്ങനെ കുറച്ച് മോഡ്സ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ ഫുൾ HD ആണ് സപ്പോർട്ടഡ്. പിന്നെ ഫിൽറ്റേഴ്സും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഏസൂസ് സെൻഫോൺ മാക്സ് M1 അൺബോക്സ് ചെയ്തതിന് ശേഷം എടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് ആണ്. ഡീറ്റെയിൽഡായ ക്യാമറയെ കുറിച്ച് നമ്മൾ വിശദമായ ഡീറ്റെയിൽഡായ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് സാമ്പിൾസ് സെൻഫോൺ മാക്സ് M1 എടുത്തത്.
പിന്നെ സെൻഫോൺ മാക്സ് M1ൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ 4000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ ഒരു 1.5 ദിവസമൊക്കെ എങ്ങനെയാണെങ്കിലും ബാറ്ററി ലാസ്റ്റ് ചെയ്യുന്നതാണ് നമ്മളൊരു നിഗമനം. കാരണം എന്താ വെച്ചാൽ 4000 mAh കപ്പാസിറ്റി ബാറ്ററിയും ചെറിയൊരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല ബാറ്ററി പെർഫോമൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും സെൻഫോൺ മാക്സ് M1 നല്ലൊരു ഡിവൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഏസൂസ് സെൻഫോൺ മാക്സ് M1ൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓണും. അപ്പോൾ ഈ ഫോണിൻ്റെ പ്രൈസിങ് നേരത്തെ പറഞ്ഞ പോലെ 7499 രൂപയാണ്, അതായത് 7500 രൂപയാണ് ഇതിൻ്റെ പ്രൈസിങ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.